ലിൻസ ബെന്നിയുടെ കവിത ജീവിതഗന്ധം പ്രകാശനം ചെയ്തു. പച്ചയും ചൗടലവുമായ മനുഷ്യ മനസ്സുകളെ സ്നേഹത്തിൻ്റെ തൊങ്ങലുകളും നിറക്കൂട്ടുകളും ചാർത്തി ജീവിതത്തിൻ്റെ ഊടും പാവവും ഇഴചേർത്ത് മനോഹരമായ ഭാവനയോടെ എഴുതിയ കവയത്രി ലിൻസ ബെന്നിയുടെ ജീവിതഗന്ധം എന്ന കവിതാസമാഹാരം പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം പ്രകാശനം ചെയ്തു. ഒരു ജോലിയില്ലെങ്കിലും കവിത എഴുതാമെന്ന് വിചാരിക്കുന്ന ആളുകളുള്ള കാലമാണ്. അപ്പൊ അതെല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കള്ളനാണയങ്ങൾ ധാരാളമുണ്ട്. വാട്സാപ്പിലൊക്കെ നോക്കിയാൽ എല്ലാം കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കവി അല്ലാത്ത കവിത എഴുതാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ ഇപ്പോ എന്ന് ചോദിച്ചാൽ പറയാൻ വിഷമമാണ്. അത്രയേറെ കവികളുള്ള ഒരു കാലമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പഴയകാല കവിത എന്ന് പറഞ്ഞാൽ അതിനൊരു താളമുണ്ട്, ഈണമുണ്ട്, ഒരു വൃത്തമുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതിയിരുന്നത്. ആ കവിതകളൊക്കെ എന്നും നമുക്ക് ഓർക്കാം. ഇപ്പൊ കുമാരനാശാന്റെ ഒരു കവിതയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോ കമ്പ്യൂട്ടറിൽ ഞെക്കുന്നതിനേക്കാൾ വേഗത്തിൽ എന്റെ മനസ്സിൽ ആ കവിത വരും. ഇന്നീ വിലങ്കരി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരും ആ വഴി ഞങ്ങളെല്ലാം ഒന്നിനുമില്ല നില ഉന്നതമായ കുന്നുമെന്നല്ലാടി ഒരിക്കൽ നശിക്കുമോർത്താൽ വീണമുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശാൻ പാടുന്ന വരികളാണ്. ഇന്നീ വിധങ്കതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരും ആ വഴി ഞങ്ങളെല്ലാം ഒന്നിനുമില്ല നില ഉന്നതമായ കുന്നുമെന്നല്ലാടി ഒരിക്കൽ നശിക്കുമോർത്താൽ. അപ്പൊ അത് ഈണത്തിനും താളത്തിനുള്ള ഒരു കവിത ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഓർത്ത് പാടാൻ കഴിയുന്നു. ഞാൻ പൂന്താനത്തെ കുറിച്ച് ഓർത്താൽ പൂന്താനം ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ ഒരു ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, നീ കണ്ട തടിക്കുകയും വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും പോവാൻ, മാളികകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേൾക്കുന്നതും പോവാൻ. ആളുകളെ ചിന്തിപ്പിക്കുന്ന പിടിച്ചു കൊടുക്കുന്ന കവിതകൾ. പുതിയകാവ് ഗവൺമെൻറ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലൈന മോഹനൻ പുസ്തകം ഏറ്റുവാങ്ങി. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷയായി. സന്തോഷമുണ്ട്. ഇങ്ങനൊരു മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ ഈ ജീവിത ഗന്ധം എന്ന് പറയുന്ന ഈ ഒരു സമാഹാരത്തിലെ 32 കവിതകളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. അതിലൊരു കവിത മാത്രമാണ് ഞാനിത് വായിച്ചു നോക്കിയത്. അത് മാത്രമാണ് ഒന്ന് മനസ്സിരുത്തി നോക്കിയത്. പക്ഷെ അത് മനസ്സിൽ ഒരു പ്രാവശ്യം വായിച്ചുള്ളൂ എങ്കിലും അതിലെ എല്ലാ വരികളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം വളരെ മനോഹരമായിട്ട്, വളരെ കൃത്യമായിട്ടുള്ള വരികൾ, ആ ഭാവം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എന്താ പറയേണ്ട ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ ഇത് മറക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് ലേഖനം ചെയ്യാനായിട്ട് കവയിത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 32 കവിതകളും വായിച്ചു കഴിഞ്ഞാലുള്ള ഒരു കാര്യം നമ്മൾ പറയേണ്ട സാഹചര്യമില്ല. തീർച്ചയായിട്ടും ഒരുപാട് ഉന്നതിയിലേക്ക് വളരാനായിട്ട് പറ്റുന്ന അത്രയും സമ്പന്നമായിട്ടുള്ളൊരു ഭാവന സൃഷ്ടിയുള്ള ഒരു കലാകാരി തന്നെയാണ് നമ്മുടെ ലിൻസ എന്ന് പറയുന്നതിൽ യാതൊരു ആശ്ചര്യമില്ല. ഒരുപാട് പടികൾ ഇനിയും അദ്ദേഹത്തിന് കയറുവാനുണ്ട്. ലക്ഷ്മി കോളേജ് ഡയറക്ടർ MV ജോസ്, വാർഡ് മെമ്പർ ഷെറീന ബഷീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാദ്, ഷെബീന മുജീബ്, ഡോക്ടർ ലയാശേഖർ, ഗീത ടീച്ചർ, VP ബേബി, MJ തോമസ് എന്നിവർ സംസാരിച്ചു. നസീമ ടീച്ചർ കവിത അവതരിപ്പിച്ചു. കവയിത്രി ലിൻസ ബെന്നി സിറ്റി വോയിസിനോട് സംസാരിച്ചു. കവിത എഴുതാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. കവിത എഴുതാനുള്ള പ്രചോദനം കൂടുതലും മഴ പെയ്യുന്ന സമയത്ത് മഴയെ നോക്കി കുറേ ഭാവനകൾ വന്നു. അങ്ങനെ മഴയുടെ രീതിയിൽ കവിത പുറത്തു. ഞാൻ എഴുതിയ ജീവിതഗന്ധം എന്ന കവിതയുടെ കവിതാ സമാഹാരമാണ് സിപ്പി പള്ളിപ്പുറം മാഷിൻ്റെ പ്രകാശനം ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും സ്വീകരിച്ചു. മാടവനക്കാട്ട് ജോസിൻ്റെയും മേരിയുടെയും മകളാണ് ലിൻസ.
ഭർത്താവ് ബെന്നി, മകൻ ആൽവിൻ. ന്യൂസ് ടീം, സിറ്റി വോയ്സ്, നോർത്ത് പറവൂർ.